ആ, എനിക്ക് വളരെ അഭിമാനം തോന്നി. ഒന്ന്, ആത്മനിർഭർ ഭാരതിന്റെ ഒരു ശരിയായ ശക്തി പ്രകടനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ കാണാൻ സാധിക്കൂ. പാകിസ്ഥാൻ എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ വെച്ചിരുന്നത് ഈ പഹൽഗാം ആക്രമണത്തിൽ, ആ ലക്ഷ്യങ്ങളെല്ലാം പാളിപ്പോവുകയും അതിന് പകരം തിരിച്ചടി ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു നമ്മുടെ ഇന്ന് വെളുപ്പിനത്തെ ആക്ഷൻ വഴി. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഓപ്പറേഷൻ സിന്ദൂർ, ഇതിലും നല്ല ഒരു പേര് നമ്മുടെ ഈ ഓപ്പറേഷൻസിന് കൊടുക്കാനാവില്ലായിരുന്നു. ആ നാമകരണത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും ആ ബുദ്ധിവൈഭവത്തെയും ആ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങിനെയും പിന്നിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് കേണൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പേരിട്ടത്. അദ്ദേഹത്തിന്റെ മുന്നിൽ നമിക്കാതിരിക്കാൻ വയ്യ. ആ ഓപ്പറേഷന്റെ പേര്, സാധാരണ ഓപ്പറേഷൻസിന്റെ പേര് ഓപ്പറേഷണൽ ലെവലിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെയാണ് തീരുമാനിക്കാറ്. ഇത് പ്രധാനമന്ത്രി തന്നെ തീരുമാനിച്ചു, അതും ഇത്ര ഉചിതമായി പേരിട്ടു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് ഒന്ന്. രണ്ടാമത്തത്, പാകിസ്ഥാൻ, ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി പാകിസ്ഥാൻ എങ്ങനെ ഇതിന് മറുപടി പറയുന്നു. പാകിസ്ഥാന് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രഖ്യാപിച്ചിരുന്നു അവർ തന്നെ സ്വയം ഭീകരതയുടെ ഇരകളാണ്. ആ പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അവരുടെ മണ്ണിൽ POKയിൽ 100 കിലോമീറ്റർ ഉള്ളിൽ പലയിടങ്ങളിലായിട്ടുള്ള ക്യാമ്പുകളാണ് ഇന്ന് രാവിലെ തകർക്കപ്പെട്ടത്. ഈ ക്യാമ്പുകൾ അവർ തന്നെ ഇരകളാണെങ്കിൽ എങ്ങനെ ഇത് വന്നു? അവര് ലോക ജനതയ്ക്ക് മുമ്പ് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് അവർ എത്തിച്ചിരിക്കുന്നത്. പിന്നെ എവിടെ പോയി ഒളിച്ചാലും അവർക്ക് രക്ഷയില്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ദൃഢമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് ഇൻ ആക്ഷൻ കാണിക്കുകയാണ് നമ്മുടെ ആക്ഷൻസ് ഉള്ളത്. അത് വളരെ ഓപ്പറേഷൻ അതേ പ്രിസിഷനോട് കൂടിയാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പറയൂ. ഇടയ്ക്കൊന്ന് തടസ്സപ്പെട്ടിരുന്നു ഓഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് സർ. ഓക്കെ, എനിക്ക് തുടരാമോ? അതോ തുടരാം. പറയൂ. 2 ധീര വനിതകളാണ് നമ്മുടെ സൈന്യത്തെ പ്രതിനിധീകരിച്ച് അവിടെ ആ പത്രസമ്മേളനം നടത്തിയത്. 2 പേരിനെ പേര് ശ്രദ്ധിച്ചാൽ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. മതേതര ഭാരതത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അവരവിടെ എത്തിയിരുന്നത്. അവരുടെ പേര് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, അതും നമുക്ക് മനസ്സിലാവും. അപ്പോ ഓപ്പറേഷന്റെ നാമകരണം തുടങ്ങി പത്രസമ്മേളനം വരെ എത്ര കൃത്യതയോടെയാണ്, എത്ര സൂക്ഷ്മദർശനത്തോടെ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഈ ഇന്ത്യയുടെ ശക്തി നമ്മൾ പലപ്പോഴും ഇസ്രായേൽ ആർമിയെ കുറിച്ച് പറയാറുണ്ട്, മൊസാദിനെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ കഴിവുകളെ കുറിച്ച് പറയാറുണ്ട്. ആ നിലയിൽ നമ്മൾ എത്തി നിൽക്കുകയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു ആക്ഷൻ കൊണ്ട് തന്നെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, പഹൽഗാമിന്റെ ഈ ഭീകരാക്രമണം അതൊരു ഇന്റലിജൻസ് വീഴ്ചയാണെന്നൊക്കെ പല അഭിപ്രായങ്ങളും പലയിടത്തു നിന്നും കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്റലിജൻസിന്റെ കൃത്യതയാണ് ഇന്നത്തെ ഈ ആക്ഷൻസിന്റെ പുറകിലുള്ളത്. അവര് അതിർത്തി പ്രദേശങ്ങളിലുള്ള ക്യാമ്പുകളൊക്കെ അവർ അഴിച്ചു മാറ്റിയിരുന്നു, ഡിസ്മാൻഡിൽ ചെയ്തിരുന്നു, പുറകോട്ട് കൊണ്ടുപോയിരുന്നു. അത് എവിടെ കൊണ്ടുപോയി, എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ, എവിടെയൊക്കെയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, വളരെ കൃത്യമായ ഇന്റലിജൻസോടുകൂടിയാണ് ഇന്നത്തെ ആക്ഷൻ നടന്നിരിക്കുന്നത്. ആ ഇന്റലിജൻസ് വൃത്തങ്ങളെയും ഞാൻ മനസ്സ് നിറഞ്ഞ് ശ്ലാഘിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ എല്ലാ വിധത്തിലും, ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാജ്യതന്ത്രജ്ഞതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 നമ്മുടെ സേന വളരെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് ആണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് അതും അങ്ങേയറ്റം മികവുറ്റതായിരുന്നു. അവസാനിപ്പിക്കുന്നത് നമ്മുടെ പത്രസമ്മേളനത്തിൽ. ആ പത്രസമ്മേളനത്തിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ പരം ഒരു നല്ല പ്രദർശനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്.